ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ മിനിങ്ങാന്ന് വൈകിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്കുള്ള ഈ ഒരു തീർത്ഥാടന യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കറക്റ്റ് സമയത്ത് വീഡിയോ ഇടണം, കറക്റ്റ് സമയത്ത് എഡിറ്റ് ചെയ്യണം, ഇതെല്ലാം പ്ലാൻ ചെയ്തു തന്നിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, കാരണം ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലത്തെയും മിനിങ്ങാന്നത്തെയും വിഷ്വൽസ് ഒന്നിച്ച് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് വൈകുന്നേര സമയമാണ്. വൈകിട്ട് ഇറങ്ങിയപ്പോഴേ നല്ല മഴയായിരുന്നു. ഞങ്ങൾ കുമളിയിൽ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ തേനിയിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആൻഡ് പിറ്റേ ദിവസം, അത് ഇന്നലെ രാവിലെ ഞങ്ങൾ വേളാങ്കണ്ണി വന്നു. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. ആൻഡ് ഇതാണ് ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ആദ്യമേ നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ അങ്ങ് തീർത്ത് വെച്ചാൽ വെയിലിന് മുന്നേ നമുക്ക് തിരിച്ച് റൂമിൽ കയറാമെന്നുള്ളൊരു കാൽക്കുലേഷനായിരുന്നു. അപ്പം ഇത് ഞാൻ 20ാമത്തെ പ്രാവശ്യം, അതായത് 20 വർഷങ്ങളായിട്ട് ഞാനിവിടെ വേളാങ്കണ്ണി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മാറ്റമുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാറ്റമാണ് നമ്മളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ടോക്കൺ അനുസരിച്ച് വെക്കാം. അതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ നേരെ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മസാല ദോശയും ഉച്ചയ്ക്ക് ലഞ്ചിന് പൊറോട്ടി ചിക്കനും കഴിച്ചു. ആൻഡ് റൂമിലേക്ക് വന്നു. കസിൻസ് എല്ലാവരുമായിട്ടായിരുന്നു. കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണമാണ് ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഫിയക്കുട്ടി. ആൻഡ് കക്ഷി ഉള്ളതുകൊണ്ട് നമുക്ക് ബോറടിയേ ഇല്ല. ആൻഡ് ഇതാണ് വൈകിട്ട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഞാനിട്ട ഔട്ട്ഫിറ്റ്. ആൻഡ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ് ഫിയ. ആൻഡ് ഇതാണ് എൻ്റെ ഫാമിലി. എല്ലാവരും ഇല്ല, കുറച്ച് പേര് മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന വഴി എന്തൊക്കെ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന പ്ലാനോടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരുപടി മുടി കൊടുത്തിരുന്നു. ആൻഡ് ആ സൺസെറ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാൻ. എന്നിട്ട് ബീച്ചിൽ വന്നു. ഫിയയുടെ കോലം കാണുമ്പോഴറിയാമല്ലോ ഫിയ അത് എന്തോരം എൻജോയ് ചെയ്യുന്നു. ഫിയ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഒരു മിനിറ്റ് കുഞ്ഞുങ്ങളായി മാറി. അവിടെ പിന്നെ കൊട്ടാരമ്പടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ അതിഥി വന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും പട്ടിക്കുഞ്ഞിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വേളാങ്കണ്ണി കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തന്നെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.